അസ്സലാമു അലൈക്കും. മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ മാതാപിതാക്കൾ എന്നും തോന്നിപ്പിക്കുന്ന 2 പേരും ഒരു പെൺകുട്ടിയും ഇറങ്ങി. ആബിദ് അയാളെ ആലിംഗനം ചെയ്ത് പരസ്പരം വിഷ് ചെയ്തു. "ഞാൻ നിങ്ങളെ നോക്കി ഇരിക്കുകയായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?" ആബിദ് ഒറ്റ ശ്വാസത്തിൽ എല്ലാം ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഫാത്തിമ പുറത്തേക്ക് വന്നു. "എന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ." അവൾ അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു. "മോനെ ആദി, ഇവിടെ ഒന്ന് വന്നേ." ആബിദ് ആദിയെ വിളിച്ചു. "ഫൈസി, അബ്ബ വിളിക്കുന്നുണ്ട്, നീയും വാ" എന്ന് പറഞ്ഞ് ആദി അവൻ്റെ കൈയും പിടിച്ചു ഹാളിലേക്ക് ചെന്നു. "ആ, ഇതെൻ്റെ മൂത്ത മോനാ ആദിൽ. ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യാ. അത് അവൻ്റെ ഫ്രണ്ട് ഫൈസാൻ. അവനും അവിടെ തന്നെയാ." "മോനെ, ഇത് അബ്ദുള്ള ഇല്ലിക്കൽ, ഗ്രൂപ്പിൻ്റെ ഓൾ ഇൻ ഓൾ. ഇത് ഭാര്യ സുബൈദ, മകൾ സഫ. പിന്നെ ഇതാണ് അൻവർ ഇല്ലിക്കൽ." ആബിദ് ഓരോരുത്തരെയും അവന് പരിചയപ്പെടുത്തി. "ഹായ്, ഞാൻ ആദിൽ." അവന് നിറഞ്ഞ പുഞ്ചിരിയാലെ അൻവറിന് കൈകൊടുത്തു. "അൻവർ," അയാളും പുഞ്ചിരിയോടെ പറഞ്ഞു. ആദി അൻവറിനെ ഒന്ന് നോക്കി. ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ടും ക്രീം കളർ പാൻറ്റും ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് വൃത്തിയിൽ മടക്കി വെച്ച് മുടിയൊക്കെ സ്റ്റൈലിൽ ചീകി മിനുക്കി, ഒരു ജെന്റിൽമാൻ ലുക്ക്. അയാളെ വാക്കിലും ഭാവത്തിലുമൊക്കെ അറിയാം അയാൾ ഒരു ബിസിനസ് മാൻ ആണെന്ന്. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ അവർ അടുത്തു. ആദിക്ക് അവനെ ഒത്തിരി ഇഷ്ടായി. "ഫൈസി, ഇവൻ കൊള്ളാലേ, നമുക്ക് ചേരും." ആദി പതുക്കെ ഫൈസിയോട് പറഞ്ഞു. ഫൈസി അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ ലൈലയിൽ കുരുങ്ങി നിൽക്കായിരുന്നു. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. "നിന്റെ ജീവൻ്റെ ജീവനായ കുഞ്ഞു പെങ്ങളാണ് എൻ്റെ പ്രാണനെന്ന് ആദിയോട് പറയാൻ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. അവളെ നെഞ്ചോടടുക്കാൻ ഹൃദയം അലമുറയിടുന്നുണ്ടായിരുന്നു. "ഡാ, നീ ഈ ലോകത്തൊന്നുമല്ലേ?" താൻ പറഞ്ഞതിന് മറുപടി ഒന്നും നൽകാതെ നിൽക്കുന്നവനെ തോണ്ടി ആദി ചോദിച്ചു. "ആ, നീ പറഞ്ഞത് ശരിയാ. കണ്ടപ്പോൾ ഒരു ജാട ലുക്ക് തോന്നിയിരുന്നു. പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ ആളൊരു പാവ." അവൻ പതർച്ചയില്ലാതെ പറഞ്ഞൊപ്പിച്ചു. ആദിക്ക് വളരെ സന്തോഷം തോന്നി. തൻ്റെ കുഞ്ഞു പെങ്ങളെ ഇവൻ നന്നായി നോക്കിക്കോളുമെന്ന് തോന്നിപ്പോയി. ആദി അൻവറിനെ തൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ആളായിട്ടാണ് കണ്ടതിൽ ഇതൊന്നും ഫൈസി അറിഞ്ഞിരുന്നില്ല. ആദി അവളെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് അന്ന് അവനോട് പറഞ്ഞിരുന്നെങ്കിലും അവനത് അന്നേ മറന്നു പോയിരുന്നു. "ആദി, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്." "എന്താടാ, പറ." "ഇപ്പോഴല്ല, ഇവരൊക്കെ പോട്ടെ, തിരക്കൊഴിഞ്ഞിട്ട് പറയാം." ആ ഒരു തിരക്കിൽ ലൈലയുടെ കാര്യം പറയുന്നത് ശരിയല്ലെന്ന് ഓർത്ത് ഫൈസി പറഞ്ഞു. "എന്നാ ഓക്കെ." "ആബിദേ, മോളെവിടെ? കണ്ടില്ലല്ലോ." അബ്ദുള്ള ലൈലയെ കാണാത്തത് കൊണ്ട് ചോദിച്ചു. "ആ, ഞാൻ വിളിക്കാം. ഫാത്തിമയോട് അവളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു." ലൈല ഫൈസിയെ കണ്ട സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുകയായിരുന്നു. അവളെ ഫ്രണ്ട്സ് അവളെ കളിയാക്കിയും തമാശ പറഞ്ഞും ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തിന് പൂർണ്ണചന്ദ്രൻ്റെ ശോഭയായിരുന്നു അപ്പോൾ. "മോളെ, നിന്നെ അബ്ബ വിളിക്കുന്നുണ്ട്. അവിടെ അബ്ബയുടെ ഫ്രണ്ടും അവരെ ഫാമിലിയും വന്നിട്ടുണ്ട്. നീ ഒന്ന് വാ." "ഇപ്പോ വരാ ഉമ്മി." അവൾ തലയിൽ നിന്ന് ഊർന്നു പോയ തട്ടമൊന്നു നേരെ ഇട്ടുകൊണ്ട് പറഞ്ഞു. ആബിദിന് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അവരും അവരുടെ ഫാമിലിയുമൊക്കെ മിക്കപ്പോഴും വീട്ടിൽ വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവൾ കൂട്ടുകാരികളെയും വിളിച്ച് അവർക്കടുത്തേക്ക് പോയി. പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നവളെ എല്ലാവരും നോക്കി. ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നൊരു ആകർഷണത ഉണ്ടായിരുന്നു അവൾക്ക്. ആർക്കും ഓമനിക്കാൻ തോന്നുന്ന ഒരു കുഞ്ഞു മുഖം. ഫൈസിക്ക് അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കാനേ തോന്നിയില്ല. ഓടിച്ചെന്നു അവളെ മാറോടടുക്കി പിടിക്കാൻ കൊതിയായി. ആ മുഖത്ത് ഉമ്മകൾ കൊണ്ട് പൊതിയാൻ തോന്നിപ്പോയി. "ഛെ, ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ." അവനൊന്നു തല കുടഞ്ഞു.
നേരെ നിൽക്കുമ്പോൾ കണ്ടു തൻ്റെ പെണ്ണിനെ മുഖം വിടർത്തി കണ്ണ് നിറച്ചു പ്രണയത്തോടെ നോക്കുന്നവനെ. അൻവറിൻ്റെ ആ നോട്ടം ഫൈസിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടങ്ങി. ദേഷ്യം നിയന്ത്രിക്കാൻ അവൻ്റെ മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചു. തൻ്റെ പെണ്ണിനെ മറ്റൊരർത്ഥത്തിൽ നോക്കുന്നത് പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നത് അവൻ ഓർത്തു. അവൻ ലൈലയെ നോക്കിയപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മിഴികളൊന്നു പിടഞ്ഞു. കണ്ണുകൾ തമ്മിൽ കോർത്തപ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. അവളിലെ ആ നോട്ടം ശമിപ്പിച്ചു. വീണ്ടും ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. "മോളെ, നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ?" ആബിദ് അവളെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു. ആരെയും മനസ്സിലായില്ലെങ്കിലോ? അവൾ അറിയുന്ന പോലെ ഒന്ന് പുഞ്ചിരിച്ചു. "എന്ത് ചോദ്യമാ ആബിദേ?" "പിന്നെ എങ്ങനെ അറിയാനാ?" അതിനു മറുപടി പറഞ്ഞത് അബ്ദുള്ള ആയിരുന്നു. അതിന് എല്ലാവരും ഒന്ന് ചിരിച്ചു. ആബിദ് തന്നെ അവൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി. ശേഷം അൻവറിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഇതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് അൻവർ." "അബ്ബ, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവൾ മിഴിച്ചു നിന്നു. "നിന്നെ നിക്കാഹ് ചെയ്യാൻ പോകുന്നയാൾ. നിങ്ങളെ 2 പേരുടെയും വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു." അയാൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. വിശ്വസിക്കാനായില്ല. ഞെട്ടിത്തരിച്ചവൾ നിന്നു.